ഒരു വാർത്ത കേൾക്കാനിടയായി. ഒരു പിതാവ് ഡോക്ടറെ മാരകമായി വെട്ടി പരിക്കേൽപ്പിച്ചു. ആക്രമണം ഒരു ശരിയായ പാതയല്ല. പക്ഷേ ഇതിനൊരു മറുവശമുണ്ട്. എനിക്ക് വ്യക്തിപരമായി ഉണ്ടായ ഒരു രണ്ട് അനുഭവം പറയാം. നിങ്ങളത് കേട്ടിട്ട് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കും. എൻ്റെ ഒരു അടുത്ത ബന്ധു മെഡിക്കൽ കോളേജിൽ ഓപ്പറേഷനായിട്ട് കിടന്നു. ഡോക്ടർ ഡേറ്റ് ഫിക്സ് ചെയ്യും, മാറ്റിവെക്കും, ഡേറ്റ് ഫിക്സ് ചെയ്യും, മാറ്റിവെക്കും. അങ്ങനെ ഒരു 6 പ്രാവശ്യം അത് മാറ്റിവെച്ചു. നമുക്ക് ശേഷം വന്ന പല രോഗികളുടെയും സർജറി കഴിഞ്ഞു. അപ്പോഴാണ് അവർ സർജറി കഴിഞ്ഞവർ നമ്മോട് ചോദിച്ചു, നിങ്ങളിതൊരു ഓപ്പറേഷൻ കഴിഞ്ഞില്ലേ? പറഞ്ഞില്ല. ഡോക്ടറെ വീട്ടിൽ പോയി കണ്ടോ? അത് നമുക്ക് അങ്ങനെ ഒരു സിസ്റ്റം നമുക്കറിയില്ലായിരുന്നു. അപ്പോഴാണ് അവർ കാര്യം തിരിക്കാൻ പറയുന്നത്, ഡോക്ടറെ വീട്ടിൽ പോയി വ്യക്തിപരമായി കണ്ട് ഒരു തുക കൊടുക്കണം, എങ്കിലേ ഈ സർജറി നടക്കൂ. ഇല്ലെങ്കിൽ ഇത് ഓരോ കാരണം പറഞ്ഞ് മാറ്റി മാറ്റി വെക്കും. രണ്ടാമതൊരു അനുഭവം കൂടി പറയാം. ഞാൻ എൻ്റെ കുഞ്ഞിനെയും കൊണ്ട്, 6 വയസ്സായ കുഞ്ഞാണ്, രാത്രി 7 മണി വരെയാണ് നമ്മുടെ തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ അവരുടെ ഡ്യൂട്ടി ടൈം. ഞാൻ 6:45 ഇവിടെ നിന്ന് പനി കൂടുതലായിട്ട് ഡോക്ടറെ അടുത്ത് പോയി. അവിടെ ചെന്നപ്പോൾ ഒരു 7:05 ഡോക്ടർ വേറൊരു രോഗിയെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അവിടെ ചെന്നതും എന്നെ രൂക്ഷമായിട്ട്, ഈ കുഞ്ഞിനെ നോക്കാനാണോ പനി കൂടുതലാണോ അതൊന്നും വിഷയമില്ല, അവരെ ഡ്യൂട്ടി ടൈം കഴിഞ്ഞ് അതുകൊണ്ട് എന്തിനു കൊണ്ടുവന്നു എന്നുള്ള രീതിയിലാണ് അവർ പെരുമാറുന്നത്. നമ്മൾ ദൈവത്തെ പോലെ കണ്ട് നമ്മുടെ ജീവനെ ഏൽപ്പിക്കുന്നവരാണ് ഡോക്ടർമാർ. ആശുപത്രിയിലെ ശമ്പളം, പ്രൈവറ്റായിട്ട് ഏതെങ്കിലും ആശുപത്രി പോയി അവിടുത്തെ ശമ്പളം, അതിന് പുറമെയാണ് ഈ സാധാരണക്കാരെ എന്തോന്ന് പിഴിഞ്ഞെടുക്കുന്ന ഈ കിമ്പളം. ഇതൊക്കെ അല്പം ഓവറല്ലേ? ശരിയാണ്.